ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഇസ് മി അമീലിയ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഒരു ഷോർട്ട് സ്കെച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചെറിയ അതാണ്. സോ വീഡിയോയുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ പൂവർ വേഴ്സസ് റിച്ച് ബോത്ത് ഇസ് സെയിം. അതാണ് ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞത്. സോ അപ്പോൾ നമുക്കെന്തായാലും വൈകിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഹലോ നിൻ്റെ വല്ല ഫ്രണ്ടിൻ്റെ നിനക്ക് വല്ല മെയ്ഡിനെ വല്ല അറിയാവോ? എനിക്ക് നമ്മുടെ വീട്ടിൽ വെക്കാൻ, എൻ്റെ വീട്ടിൽ വയ്യടി, മുട്ടൊക്കെ വേനയാ. വേനൊന്നുമില്ല, മടിയാണ്. മോള് സ്കൂളിൽ പോയേക്കാം. ആളിപ്പോ രണ്ടിൽ കയറി. എന്നാ ശരി, നീ നോക്കണേ. ഞാൻ വേറെ നമ്മുടെ ആൻസിയോട് ചോദിക്കട്ടെ. അല്ല, ആൻസി ഇപ്പോൾ ഓസ്ട്രേലിയ അല്ലേ? അവൾക്ക് അറിയത്തില്ല. ഞാനില്ലേ നമ്മുടെ എന്താ പറയുക, മിസ്സിനോട് ചോദിക്കാവേ. മിസ്സിനോട് ചോദിക്കാം. ഓക്കെ. ഹലോ മിസ്ന. ഹലോ. ഞാനില്ലേ നമ്മുടെ എന്താ പറയുക, എനിക്കില്ലേ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ മറന്നു ഓടി, നല്ല മറവിയാണ്. അങ്ങനെ പറ്റിച്ച. അതെ, നമ്മുടെ റിയയില്ലേ, ഞാൻ അവളോട് ചോദിച്ച് എനിക്ക് മറ്റേ വല്ലതും ഒരു മെയ്ഡിന് തരാമോ എന്ന്. കാരണം എനിക്ക് മടിയാന്നേ. അപ്പോൾ നിനക്കും വല്ല മെയ്ഡ് അറിയാമെങ്കിൽ ഒന്ന് പറ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ശരി ശരി. അറിയാവോ? ഓക്കെ. പാവപ്പെട്ട വല്ല ആണേ ഞാനൊന്നും ചെയ്യത്തില്ല. നിനക്കെന്നെ അറിയാവില്ലേ? ശരി. ഓക്കെ, നീ ഇപ്പം എന്തായാലും എൻ്റെ നമ്പർ ആ ചേച്ചി അങ്ങ് അയച്ചു കൊടുത്തോ, ആ പുള്ളിക്കാരത്തേക്ക് അയച്ചു കൊടുത്തോ. എന്നിട്ട് ആളിവിടെ വരട്ടെ, നാളെ തൊട്ട് വരാൻ പറ. ഓക്കെ 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 ശരി. എടി റിയ, മെയ്ഡ് തപ്പുണ്ട് കേട്ടോ. അവൾക്ക് ഓൾറെഡി അറിയാമെന്ന് അവൾ തന്നു കേട്ടോ. ശരി ശരി. നാളെ ജോയിൻ ചെയ്യും മെയ്ഡ്. ഓക്കെ ശരി, എന്നാൽ പിന്നെ. നടന്നു വന്ന് വേർത്ത്. ഇതാണോ വീട്? ഫോണും ഇല്ലല്ലോ. പേര് എഴുതിയിട്ടുണ്ട്. അമേലിയ എന്നാ പേര് പറഞ്ഞേ. ഇതായിരിക്കും. എന്താ പൈസൊന്നുമില്ല കേട്ടോ പിച്ചക്കാരിക്ക്. അയ്യോ, ഞാൻ പിച്ചക്കാരിയല്ല. ഞാൻ ഇവിടെ മെയ്ഡായിട്ട് വന്നതാ. മിസ്ന ചേച്ചി പറഞ്ഞായിരുന്നു. ഓ, മെയ്ഡായിരുന്നോ? ഈ ലുക്കിൽ കഴിയപ്പോൾ ഞാൻ പിച്ചക്കാരിയായിരുന്നു വിചാരിച്ചു. വാ കയറി വാ. പിന്നെ ഇല്ലേ, കാലും ഇവിടെ ബാത്റൂമിൽ ഒന്ന് കാലും കഴുകണേ. കാലൊക്കെ എന്തോ ചെളിയായി പിടിച്ചേക്കുക. ചേച്ചി ഈ റീൽസ് എന്നാ കോമഡിയാ? അയ്യോ, 4 മണിയായി, കൊച്ചു വരാനായല്ലോ. ഞാനാകെ അങ്ങ് മറന്നും പോയി. ഹായ്, ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കുറേ കളിപ്പാട്ടം മേടിച്ചല്ലോ. ഐസ്ക്രീം വണ്ടി, മുട്ടയും ജ്യൂസൊക്കെ ഉണ്ടല്ലോ. സൂപ്പർ. മോളെ, ആൻറ്റിക്ക് ഒരെണ്ണം തരാമോ? ആൻറ്റിയുടെ മോളുടെ പ്രായം തന്നെയാണ്. ഒരെണ്ണം തരാമോ കൊടുക്കാനാ? ആൻറ്റി എടുത്ത് ഒരെണ്ണമല്ല 3-4 എണ്ണം തരാം. എടുക്കട്ടെ. ഇതെല്ലാം നല്ല ആൻറ്റി മോൾക്ക് കൊടുത്തോളേ. കൊച്ചല്ലേ എന്നെ പോലെ.
ഇതാണ് ആൻറ്റി, ഇതെല്ലാം എടുത്തോ. നീ എന്തോടി ആ പെണ്ണുമ്പോഴേക്കെല്ലാം കൊടുക്കണേ? നിനക്ക് മേടിച്ചാൽ ആർക്കും കൊടുക്കണ ആവശ്യമില്ല. പിന്നെ നീ എന്താ ഇവിടെ ചോദിച്ച് മേടിക്കണേ? മര്യാദയ്ക്ക് ജോലി. അത് ഇതൊന്നും എടുക്കാനല്ല, കട്ടെടുക്കാൻ പോകുന്നവള്. ഉമ്മ പാവ ആൻറ്റി അല്ലേ, അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം കൊടുത്തോട്ടെ. ഒന്നും അങ്ങനെ ഇപ്പോൾ കൊടുക്കണ്ട, കൊടുത്തു എല്ലാം എടുത്തോണ്ടോ. ടി വി വരെ അവസാനം എടുത്തോണ്ടോ. ആൾക്കാരുടെ സ്വഭാവമൊക്കെ അങ്ങനെയല്ലേ. അയ്യോ ചേച്ചി, ഞാൻ അങ്ങനത്തെ സ്വഭാവമല്ല. എൻ്റെ കൊച്ചിൻ്റെ പ്രായമായതുകൊണ്ട് ഞാൻ ചോദിക്കത്തില്ല, സോറി. ചേച്ചി 1 മാസമായി, ഈ മാസത്തെ ശമ്പളം തരാവോ? നീ എന്തായാലും ചോദിച്ച് മേടിക്കാറായോ? ഞാൻ തരുന്നില്ലേ ചോദിച്ച് മേടിച്ചോണ്ട്. അടുത്ത മാസം ചോദിച്ച് മേടിച്ചാൽ ഞാൻ തരത്തേയില്ലേ കേട്ടോ. ചോദിച്ചു മേടിക്കാൻ പോകുന്ന പൈസ. ചേച്ചി, ഇന്ന് ചേച്ചിയല്ലേ പറഞ്ഞു ചേച്ചി ലേറ്റായിട്ടാണ് വീട്ടിൽ പോകണ്ടേന്ന്. അതുകൊണ്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചോട്ടെ, വിശക്കുന്നു. ആഹാ, ഞാൻ നിനക്കൊരു ബിരിയാണി മേടിച്ചാലല്ലോ വരാം. വേണേ വീട്ടിൽ പോയി കഴിക്കടി, ഇവിടെ ഞാൻ തരാൻ പോണം അവൾക്ക്. ഉമ്മ പാവ ആൻറ്റി അല്ലേ, കൊടുക്കാം അമ്മ ഇച്ചിരി. അങ്ങനെ മഴയൊന്നും ശരിയാവില്ല, ഞാൻ കൊടുക്കത്തില്ല. അയ്യോ, കൊച്ചു സ്കൂളിൽ പോയില്ല, നല്ല ചുമയുവ. അയ്യോ ചേച്ചി, ആ വെള്ളം കുടിക്കുക. ചുമയാണോ? ഒരു മരുന്ന് കാര്യം, എനിക്കൊരു മരുന്നുണ്ട്. അതിവിടെ ഒരു ടാബ്ലറ്റ്, അത് കഴിക്ക് ചേച്ചി. താങ്ക് യു. എടി, അത് പിന്നെ സോറി. എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ വില കുറച്ച് കാണില്ലെന്ന്. ഞാൻ നിന്നെ അങ്ങനെ കണ്ടേ. സോറി. ഇന്ന് തൊട്ട് നീ ഈ വീട്ടിലെ അംഗ. നാളെ തൊട്ട് നീ ഇന്ന് മോളെ കൊണ്ടോണം കേട്ടോ. ചോറ് എല്ലാ ദിവസവും ഇവിടുന്ന്, ശമ്പളം വേണമെങ്കിൽ എല്ലാ ദിവസവും ഞാൻ തരാം. എന്നോട് ക്ഷമിക്കുക. അത് സാരിയില്ല ചേച്ചി മനസ്സിലാക്കിയല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നെ ശമ്പളം എല്ലാ ദിവസവും തരണ്ട, ഓരോ മാസം തന്നാൽ മതി. മോളെ ഞാൻ കൊണ്ടുവരാം. നല്ല സന്തോഷമുണ്ട് ചേച്ചിയുടെ തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട്. പാവപ്പെട്ടവരെ വില കുറച്ച് കാണരുത്, അത് മോശമാണ്. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ.